ഫ്രീ ആയിട്ട് കറയും. ആ ഫ്ലെക്സിബിലിറ്റി വരണം, അതിനാണ്. വേറെ എങ്ങും നോക്കരുത്, അനങ്ങരുത് കേട്ടോ. ഇങ്ങോട്ട് നോക്ക്, കൈ നോക്ക്, എന്റെ ബാറ്റ് അനക്കരുത് കേട്ടോ. എന്നെ നോക്ക്, കൈ അനക്കരുത് കേട്ടോ. സ്റ്റാൻസ് ലെഫ്റ്റ് ഹാൻഡ് എന്നെ നോക്ക്, എന്നെ നോക്ക്, എന്നെ നോക്ക്. ഈ ലൈനിൽ ഓക്കെ, അടുത്ത കാര്യം ഓക്കെ. ഇനി ബാറ്റ് എവിടെയുണ്ട്? ബാറ്റ് വെരി ഗുഡ് കേട്ടോ. ഇനി എന്നെ നോക്കി, എന്നെ നോക്കി, ഗുഡ്. തല സ്റ്റഡി ആയിരിക്കും. സ്റ്റാൻസ് ഈ ലൈൻ ബാക്ക്. ഓക്കെ, ഗുഡ് ഗുഡ്. തോന്നോ ടാപ്പിംഗ് അല്ല, സ്റ്റാൻസ് നനക്കരുത്, തെറ്റിക്കരുത് കേട്ടോ. എന്നെ ഓക്കെ, എന്നെ ഈ കൈ കേട്ടോ. ഗുഡ്. ഇങ്ങനെയാണ്, തെറ്റിക്കരുത്, സ്റ്റാൻസ് എടുക്കണം കേട്ടോ. ഗുഡ്. അനക്കരുത്, എന്നെ കൈ അനക്കരുത്, ഗ്രിപ്പൊക്കെ ഫോമായിരിക്കണം. തെറ്റിക്കരുത് കേട്ടോ. തെറ്റിക്കരുത്. ഇവിടെ ഈ ലെഫ്റ്റ് സൈഡ് കാറ്റ് വേണം കേട്ടോ.
തൈസിൽ വേണം വരാൻ. ഏത് തൈസില്? ലെഫ്റ്റ് തൈ. മനസ്സിലായി? നീ ശകലം ബെൻഡ് ചെയ്തിരിക്കണം. ഞാൻ ഓരോരുത്തരും ഒന്ന് കറക്റ്റ് ചെയ്യാം. ഞാൻ പറയുന്നത് നിങ്ങൾ അത് ട്രൈ ചെയ്ത് നോക്കുക. സി, ഗ്രിപ്പായി ഒരു ലൈനിൽ കാല് വന്നു കഴിഞ്ഞു കേട്ടോ. ദെൻ നീ ശകലം ബെൻഡ് ചെയ്തു. റൈറ്റ് ടോന്റെ അവിടെ ബാറ്റ് വന്നു കേട്ടോ. ബാറ്റിന്റെ ഹാൻഡിൽ എവിടെ വന്നു? ലെഫ്റ്റ് തൈ കേട്ടോ. ഷോൾഡർ ശകലം ഓപ്പൺ ആയിരിക്കും. ഹെഡ് സ്റ്റഡി ആയിരിക്കും. തലയുടെ പൊസിഷൻ സ്റ്റഡി ആയിരിക്കും. തല അങ്ങോട്ടും ഇങ്ങോട്ടും പോരുത് കേട്ടോ. നിങ്ങൾക്ക് ഈ തലയുടെ പൊസിഷൻ തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ വാച്ച് ചെയ്യുന്ന ബോൾ എന്താവും? ഇങ്ങനെ നോക്കാൻ പറ്റുമോ? ഒരാളെ നോക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ ശ്രദ്ധിക്കൂ. ഞാനിപ്പോൾ നിങ്ങളെ നോക്കുമ്പോൾ എൻ്റെ തലയുടെ പൊസിഷൻ നോക്കിയേ, സ്ട്രൈറ്റ് അല്ലേ? ഇങ്ങനെ എനിക്ക് നോക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതേമാതിരി ഞാൻ ബാറ്റ് ചെയ്യുമ്പോഴും എൻ്റെ ഹെഡ് സ്റ്റഡി കണ്ടോ. ഹെഡ് ഷുഡ് ബി സ്റ്റഡി. ശരിയരുത് കേട്ടോ. എല്ലാവരും കറക്റ്റ് ചെയ്യണം. ബോൾ ചെയ്യുമ്പോഴും എപ്പോഴും ഹെഡ് സ്റ്റഡി. പിന്നെ നിങ്ങൾ എവേ പോകും കൈ. ബാറ്റ് ചെയ്യുമ്പോഴും അതെ, ബോൾ ചെയ്യുമ്പോഴും അതെ. ബോൾ ചെയ്യുമ്പോൾ നമ്മൾ ബോഡിയിൽ നിന്ന് എവേ കൈ അതേസമയം ഞാൻ ക്ലോസ് ടു ദ ബോഡി വെച്ചോ ബോൾ എന്താവും? എനിക്ക് അറിയാൻ പറ്റും ഇല്ലേ? അതേമാതിരി ബാറ്റ് ചെയ്യുമ്പോഴും ഞാൻ എവേ ബാറ്റ് പിടിച്ചു കഴിഞ്ഞാൽ എന്താവും? എനിക്ക് കളിക്കാൻ പറ്റില്ല. അതേസമയം ക്ലോസ് ടു ദ ബോഡി ബാറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും. അതാണ് വ്യത്യാസം. അപ്പോൾ ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഗ്രിപ്പും പിന്നെ ബോളും ഒന്ന് എവേ പിടിക്കണം കേട്ടോ. സ്റ്റഡി ആയി. ക്ലിയർ? അപ്പം ഇന്ന് പഠിച്ച ഓർമ്മയുണ്ടല്ലോ ബോളിങ്ങിലും ബാറ്റിങ്ങിലും ഇല്ലേ? ക്ലിയർ ആയിട്ട് നാളെ ബുക്കിൽ എഴുതി കേട്ടോ. ഓക്കെ. അപ്പോൾ എല്ലാവരും ബുക്ക് വാങ്ങിച്ചോണം. ബുക്ക് വാങ്ങിക്കാത്തവരെല്ലാവരും പോയി ബുക്ക് അക്കാഡമിക്ക് വേണ്ടി പ്രത്യേകം നാളെ എല്ലാ ദിവസവും പഠിച്ച കാര്യങ്ങൾ, ഇപ്പോൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ആ ബുക്കിൽ എഴുതുക. എന്നിട്ട് നാളെ ആ ബുക്ക് കൊണ്ടുവരണം കേട്ടോ. നാളെ അല്ല, നാളെ മൺഡേ ഹോളിഡേയാണ്. ട്യൂസ്ഡേ രാവിലെ 6:30 വരുമ്പോഴത്തേക്ക് വെള്ളവും ടവലും കുട്ടികൾ കേട്ടോ. വെള്ളവും ടവലും കൊണ്ടുവരണം. പിന്നെ എല്ലാവരും ഹൈജീൻ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ എല്ലാവരും നഖമൊന്ന് വെട്ടണം. ആ ഇടയ്ക്കിടയ്ക്ക് നോക്കും. കയ്യും കാലും നഖം വെട്ടണം. പിന്നെ ആവശ്യമില്ലാത്ത ഓർണമെന്റ്സ് ഒക്കെ മാറ്റുന്നതാണ് നല്ലത്. മാല, കമ്മല് ഒക്കെ മാറ്റി വെച്ചിട്ട് അതാണ് ബെറ്റർ. കാര്യം നമ്മളിവിടെ ഗ്രൗണ്ടിൽ മാല ഇട്ടുകൊണ്ടാണ് ഇറങ്ങിയത്.